ഏകാന്തതയുടെ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ഓട്ടം കളേഴ്സിന്റെ അടിയിൽ കൂടെ ആ ലൊക്കേഷൻ നോക്കൂ ഗൈസ്. എത്ര മ്യൂസിക് വീഡിയോയും സിനിമകളൂടെ ഷൂട്ട് ചെയ്യാം. ഡ്രോൺ വെച്ചിട്ട് ആൾക്കാർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ല അപ്പൊ ഇതൊക്കെ വയസ്സാകാലത്ത് ആയ വർക്കില്ല നമ്മള് വർക്കോ? എന്താ ഈ കുട്ടി കാണിക്കണേ നടു റോട്ടില്? ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ടു സിഡ്നി മലയാളി. നമ്മുടെ സാനുമണിയുടെ മുന്നിൽ കടന്നിട്ട് തുള്ളണ്ടാട്ടോ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചു തന്നെ. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? വിശേഷമൊക്കെ എന്തൊക്കെയുണ്ട്? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എല്ലാവരുടെയും? എനിക്ക് കുറേ പേര് വിശേഷങ്ങളൊക്കെ എഴുതി അറിയിക്കാറുണ്ട് കേട്ടോ. എനിക്ക് വായിക്കാനും പറയാനൊക്കെ വലിയ സന്തോഷമാണ്. നമ്മളിവിടെ സുഖമായിരിക്കണു. ഞാനും സുണിലും കുട്ടികളും സുഖമായിരിക്കണു. എൻ്റെ പിറകെ ആരോ പട്ടീനെ നടത്തണോ എനിക്ക് കണ്ടിട്ട് പേടിയായിട്ടോ. എന്ത് സൈസ് അതിന്. സാനുമണി ഇവിടെ കളിക്കുന്നുണ്ട്. സാക്ഷിമണീനെ നമ്മൾ പോയി ഡേ കെയറിന് എടുക്കാൻ പോവാണ്. ഇന്ന് ഇതിപ്പോൾ ഇതിപ്പോൾ വെൻസ്ഡേ ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങണേ. നാളെ തേഴ്സ്ഡേ ആൻസാക് ഡേ ആണ് ഓസ്ട്രേലിയയിൽ. അതായത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഡേ. ഇവിടുത്തെ ആൾക്കാരൊക്കെ പണ്ട് വോറിലൊക്കെ പോയി യുദ്ധമൊക്കെ ചെയ്ത് വന്നിട്ട് വണ്ടി പോകണോ യുദ്ധമൊക്കെ ചെയ്ത് വന്നിട്ട് അവരെ ഓർക്കാനും അവരുടെ ഹാർഡ് വർക്ക് ചെയ്തതും അവരുടെ സാക്രിഫൈസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് ആൻസാക് ഡേ. അപ്പോൾ ഓസ്ട്രേലിയയിൽ അതൊരു പബ്ലിക് ഹോളിഡേ ആണ്. സോ നാളെ നമുക്കൊക്കെ പബ്ലിക് ഹോളിഡേ ആണ്. ആ ഒരു സന്തോഷം നമ്മുടെയൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇന്നിപ്പോൾ ഞാനും സാനുമണി ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാണ്. ബിക്കോസ് നാളെ ഈ ലീവുള്ള ദിവസം നമ്മളൊരു വളരെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം കാണാൻ പോകുന്നുണ്ട്. കഴിഞ്ഞ പോലെ ഞാൻ പോയി നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണം വിചാരിച്ചു. എന്തോ കേം അപ്പ് എനിക്ക് ഓർമ്മ കിട്ടില്ല. ആൻഡ് അത് നടന്നില്ല കേട്ടോ. അപ്പോൾ ഇക്കൊല്ലെങ്കിലും എനിക്കൊന്ന് പോകണം എന്തായാലും ഇങ്ങനെ വിചാരിച്ചിരുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ, ഞാനും സുള്ളും സാനുവും സാക്ഷിമണിയും കൂടിയിട്ടാണ് പോകാൻ പോണേ. ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഓട്ടമാണല്ലോ നടക്കണേ. അപ്പോൾ ഓട്ടം നടക്കുമ്പോൾ നല്ല വെതറാണ്, നല്ല ലീവ്സാണ്, നല്ല കളേഴ്സാണ്. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ടൈം ടു വിസിറ്റ് ഓസ്ട്രേലിയ. ആൻഡ് ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ സീസണിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കാണ് നമ്മൾ നാളെ പോണേ. അപ്പോൾ അവിടെ പോണ വഴിക്ക് രാവിലെ നേരത്തെ പോകും. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സും സാധനങ്ങളൊക്കെ കരുതാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനും സാനും ഇപ്പോൾ ഇറങ്ങണേ കേട്ടോ. അത് വാങ്ങിയിട്ട് വേണം സാക്ഷിനെ ഡേ കെയറിന് എടുക്കാൻ. But yeah, it will be a very beautiful experience and I hope you all enjoy watching as well. അപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും a very warm welcome. Please keep watching. Alrighty guys, നമുക്ക് ഇറങ്ങാം. Alrighty guys, സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ വുൾവർട്സ് നമ്മുടെ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങിയത് കേട്ടോ. നാളെ രാവിലെ ഇറങ്ങും നമ്മൾ. അപ്പോൾ രാവിലെ തൊട്ടിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഒരു ഇൻട്രോന് വേണ്ടി ഇതൊക്കെ തുടങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. ഓൺ ദ വേ നമ്മളിതാ ഷെയർ ടീയുടെ മാംഗോ ബോബ സാധനം ഡ്രിങ്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇന്ന് കുറച്ച് വോം. ഞാനിപ്പോൾ എന്തെങ്കിലും ജാക്കറ്റ് ഇട്ടൊക്കെ എനിക്ക് അറിയില്ല. സാനൊക്കെ നല്ല സമ്മർ ക്ലോത്ത്സിലാണ്. ഓട്ടമാണെങ്കിലൊന്ന് നല്ല വോം ഡേ. നാളെ അവിടെ 10 degrees ഉള്ളൂ. ബട്ട് ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി സണ്ണി, ഹോപ്പ്ഫുള്ളി വലിയ തണുക്കില്ല. സോ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കിയെടുക്കണം. ബിക്കോസ് നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകണം. സോ ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ ഇപ്പോൾ സാക്ഷിമണിയൊക്കെ പോയിട്ട് വീട്ടിൽ പോയി കുളിപ്പിക്കട്ടെ. വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം. നാളെ നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അവിടുത്തെ ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടെ ഭക്ഷണം കിട്ടാൻ കുറച്ച് പ്രശ്നങ്ങളാണ് എന്നാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് സാൻഡ്വിച്ചസ് ഉണ്ടാക്കാം കേട്ടോ. പിള്ളേർ അവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നുണ്ട്. സാഷുവിന് ഇതാ ഈ ഹോൾ മീൽ ബ്രെഡിൽ ക്രീം ചീസ് ഇട്ടിട്ടുള്ള സാൻഡ്വിച്ചാണ് ഉണ്ടാക്കണേ. ബിക്കോസ് ഇതാണ് അവളുടെ ഫേവറേറ്റ്. അത് ഉണ്ടാക്കിയിട്ട് ഇത് അങ്ങനെ ഒരു ബാഗിൽ ഉണ്ടാക്കി വെച്ച് കൊണ്ടുപോയാൽ അവളത് കഴിച്ചോളും. സാനുവിന് പക്ഷേ വെജിമായിട്ടാണ് ഇഷ്ടം. കുറച്ച് ബട്ടറും വെജിമായിട്ടിട്ടുള്ള സാൻഡ്വിച്ചാണ് അവൾക്ക് ഉണ്ടാക്കണേ. ഈ സാധനം ഞാൻ മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഭയങ്കര പോപ്പുലർ ആണ്. ഇതുപോലത്തെ ഒരു കയ്പും ഉപ്പുള്ള ഒരു സാധനമാണ് കേട്ടോ. അതിനെ സാഷിമ പിള്ളേരൊക്കെ റെഡി ഉണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകണം കേട്ടോ. ജാക്കറ്റ്സും കുറച്ച് ഫുഡ് പാക്ക് ചെയ്ത കാര്യങ്ങളും. നിനക്ക് തന്നെയാ. We also took like ഒരു പിക്നിക് ബ്ലാങ്കറ്റ് പോലത്തെ സാധനം, ഒരു മാറ്റ്. അമ്മ എടുക്കാം. നമ്മളൊക്കെ റെഡിയായി. അവിടെ വെതർ ഓക്കെ ആയിരിക്കും വിചാരിക്കണു. 10 degrees അവിടെ കാണിക്കണേ. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മളിങ്ങനെ നടക്കല്ലേ, കുറേ നടക്കാണ്ട്. 42 hectares ഉണ്ട് ആ ഒരു പാർക്കും ഗാർഡനൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വാം ആവും തോന്നുന്നു.
സോ വി ജസ്റ്റ് ലൈക്ക് ഓൺ ഫുൾ സ്ലീവ്സ് ആൻഡ് ഷോർട്ട്സ് അപ്പോൾ ആൻഡ് ജാക്കറ്റ്സ് ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തേക്കണേ. അല്ലേ ഇപ്പോഴേ ഉറങ്ങണ്ട, വണ്ടി കയറി ഉറങ്ങിയാൽ മതി. ഈ വണ്ടി കയറി ഉറങ്ങിയാലേ നമുക്ക് സമാധാനം ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നീ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റുണ്ട്. കണ്ടില്ലേ നല്ല ബ്ലൂ സ്കൈ ഇഷ്ടോ. വണ്ടിയിൽ പിള്ളേരൊക്കെ കയറ്റിയിട്ട് സുണ്ണ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വെരി ബ്രൈറ്റ്. ഇപ്പോൾ ഒറ്റ ക്ലൗഡ് വരെ കാണാനില്ല. ആൻഡ് ജസ്റ്റ് ഒരു നൈസ് ബ്രൈറ്റ് സൺ കണ്ടില്ലേ, സൺ ചേട്ടൻ. സോ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ 10 ഡിഗ്രിയുടെ അത്രയും തണുപ്പ് ഫീൽ ചെയ്യണില്ല. ഹോപ്പ്ഫുള്ളി അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ ഒരു ഐ തിങ്ക് ഒരു 12-13 ആവും തോന്നുന്നു. സോ ഹോപ്പ്ഫുള്ളി ബി കംഫർട്ടബിൾ. തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് ആക്ച്വലി കേട്ടോ. അപ്പോൾ ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, തൊപ്പി എടുത്തിട്ടുണ്ട്, സൺസ്ക്രീൻ എടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയിലൊന്ന് കയറട്ടെ. ഇനി നമുക്കൊരു ലോങ് ജേർണിയാണ് കേട്ടോ അങ്ങോട്ട് എത്താൻ. നമ്മൾ രാവിലെ 7:30 ഇറങ്ങണം എന്ന് പറഞ്ഞ പാർട്ടീസാണ്. ബട്ട് നമുക്ക് പിള്ളേരുണ്ടെന്ന് നമ്മൾ തന്നെ മറന്നു. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. എനിവേസ് കയറട്ടെ. പിള്ളേരൊക്കെ അതാ ബാക്കിലുണ്ട് റെഡി ആയിട്ട്. ഓൾറൈറ്റ്, പോവാം പോവാം പോവാം. യാ ഗൈസ്, അപ്പോൾ നമ്മളിത് ഓൺ ദ വേ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 85 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ എവിടെയെങ്കിലൊക്കെ സ്റ്റോപ്പ് ചെയ്താലോ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാനോ മറ്റോ നമ്മൾ നിർത്തിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഐ ഗെസ് ഇറ്റ് വിൽ ടേക്ക് us around 2 hours ഉള്ളിൽ എടുക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ ഇതിൽ അങ്ങനെയൊക്കെ കാണിക്കണേ. നിൽക്കുകയാണെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ അത്രയും എടുക്കില്ല. സോ വി ഗോയിങ് ഓൺ ദ വേ ആണ്. ആൻസാക് ഡേനെ വെച്ചിട്ട് കുറച്ച് പറയണം തോന്നി, ബിക്കോസ് നമ്മൾ ഓസ്ട്രേലിയയിലല്ലേ താമസിക്കണേ. അപ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ. ഞാൻ ഒരു ബ്രീഫ് ഇന്നലെ പറഞ്ഞല്ലോ, ഇവിടെ വേൾഡ് വാറിലൊക്കെ പോയ വെറ്ററൻസിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യണ സാധനം ആ ഒരു ദിവസമാണിത്. അപ്പോൾ പബ്ലിക് ഹോളിഡേ തന്നേക്കണതിൻ്റെ മെയിൻ ഉദ്ദേശം ഇസ് ഓൾസോ ഇങ്ങനെ രാവിലെ കുറേ ഇതിൻ്റെ ഡോൺ സർവീസ് ഒക്കെ നടക്കും. അപ്പോൾ ഒരു ഫ്ലാഗൊക്കെ താത്തി സൺ ഇങ്ങനെ റൈസ് ചെയ്യുന്ന ടൈമിലാണ് അതിൻ്റെ ഒരു സർവീസ് ഒക്കെ നടക്കുക. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ലൈക്ക് ഓസ്ട്രേലിയൻ ഫ്രണ്ട്സ് ഹൂ ഹാവ് ലൈക്ക് മുത്തശ്ശന്മാർ ആൻഡ് ഓൾ ഇങ്ങനെ വാറിലൊക്കെ പോയിട്ടുള്ള. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും ജീവനോടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. ബട്ട് അവരത്രയും ആ ഒരു കൺട്രി ആൻഡ് പേട്രിയോട്ടിസം ഒക്കെ തോന്നുന്ന ആൾക്കാരായതുകൊണ്ട് അവർ ഇപ്പോഴും ഈ ഒരു ഏജിലും ലേറ്റ് 90s കൂടെ പുലർച്ചെന്നിട്ട് ഇവരും ഇവരുടെ മുത്തശ്ശന്മാരും ഒക്കെ കൂടെ പോയി ഈ ഡോൺ സർവീസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. പിന്നെ ഈ എയർഫോഴ്സിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഫ്ലൈറ്റ്സിനൊക്കെ വെച്ചിട്ട്. ഫ്ലൈറ്റ് അല്ല, എന്താ പോവാ എയർക്രാഫ്റ്റിന് പറയാ, ഫൈറ്റേഴ്സ് ജെറ്റിന്റെ വക പരിപാടികൾ. നമ്മൾ ഫൈറ്റർ ജെറ്റ്സ് നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേക്കൊക്കെ കാണിക്കണ അങ്ങനത്തെ ഒക്കെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. സോ ഇവിടുത്തെ ഉള്ളവർക്ക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ. ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ടാണ് ഈ ദിവസത്തിനെ കുറിച്ചിട്ട് അറിയണത് കേട്ടോ. ഐ ഡി നോട്ട് നോ ഇതിന് മുമ്പൊന്നും. ന്യൂസിലൻഡിലും ഇന്ന് തന്നെയാണ് അല്ലേ ആഘോഷിക്കുക അല്ലേ? ന്യൂസിലൻഡിലും ഇന്ന് തന്നെയാണ് ഈ ഒരു ആൻസാക് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡിന്റെ ഡേ. അപ്പോൾ ഇവരുടെ ഐ തിങ്ക് നമുക്കൊക്കെ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ പറയണ അതേ ഒരു ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് അവരുടെ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഹോളിഡേസും കൂടിയാണ് ഇത് കേട്ടോ. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. നമുക്ക് ഡേ ഓഫും കിട്ടി. തേഴ്സ്ഡേ ആണ് ഇപ്രാവശ്യം വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബുദ്ധിപരമായിട്ട് ഞാൻ ഫ്രൈഡേ ലീവ് എടുത്തു. അപ്പോൾ എനിക്ക് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ലോങ് ലീവ് കിട്ടുമല്ലോ. സാനുവിനും സ്കൂൾ ഹോളിഡേസ് ആണ്, പിള്ളേരുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. സോ ഓൺ ദ വേ ആണ് നമ്മൾ. ഇത് പോകാൻ പോണത് ഒരു മലയാണ് കേട്ടോ. ബ്ലൂ മൗണ്ടൻസ് എന്നൊക്കെ പറയണ ഒരു ഏരിയ ഉണ്ട്. ഇപ്പോൾ സിഡ്നി വിസിറ്റ് ചെയ്യണവരൊക്കെ ബ്ലൂ മൗണ്ടൻസ് കാണാതെ പോവില്ല. അത് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ആ ബ്ലൂ മൗണ്ടൻസ് റീജിയനിലാണ് ഈ ഒരു സ്ഥലം, മൗണ്ട് വിൽസൺ കേട്ടോ. ആൻഡ് ഇത് കൊല്ലത്തിലൊരു കപ്പിൾ ഓഫ് മന്ത്സ് മാത്രമേ ഇവർ ഓപ്പൺ തന്നെ ആവൂ, ബിക്കോസ് ഇറ്റ്സ് എ വെരി പ്രിസർവ്ഡ് ഹെറിറ്റേജ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് കുറേ ഗാർഡൻസ് ഉണ്ട്. അതിൽ ചില ഗാർഡൻസ് ഇതുമാതിരി പ്രൈവറ്റ്ലി ഓൺ പ്രോപ്പർട്ടീസ് ആണ്, വിച്ച് ദേ ഓൺലി ഓപ്പൺ ടു ദ പബ്ലിക്. ഇങ്ങനെ കുറച്ച് കാലങ്ങൾ സ്പ്രിംഗിലും ഓട്ടമിലും മാത്രമേ തുറക്കൂ ഇത് കേട്ടോ. ആ സമയത്താണ് ദ കളേഴ്സ് ആർ സോ ബ്യൂട്ടിഫുൾ. ആൻഡ് അപ്പാരൻ്റ്ലി ഈ ഒരു ആൻസാക് ഡേയുടെ അന്നാണ് ഇത് അത്രയും ബ്ലൂം ചെയ്ത് കളേഴ്സൊക്കെ കാണാൻ പറ്റുക. സോ ഐ ഹോപ്പ് യു ആർ ലക്കി. ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇൻസ്റ്റഗ്രാമൊക്കെ കണ്ടിട്ട് നമ്മൾ പോയി ചിലപ്പോൾ നമ്മൾ ശശിയാവും. നമ്മൾ വിചാരിച്ച അത്ര ഹൈപ്പൊന്നും അവിടെ എത്തുമ്പോൾ ഉണ്ടാവില്ല. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ബട്ട് ഹോപ്പ്ഫുള്ളി ദിസ് ഇസ് നൈസ്, ബിക്കോസ് പോയിട്ടുള്ളവരൊക്കെ പറയുന്നു ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ അത്. നമ്മൾ ഇത്രയും കൊല്ലം ഉണ്ടായിട്ട് ഇപ്പോഴാണ് ഒന്ന് നടന്നത് സംഭവം. സോ റിയലി ഹാപ്പി. നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ
പിള്ളേരൊക്കെ ഇങ്ങനെ ത്രില്ലടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കിൽ പാട്ടും കേട്ടിരിക്കായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പാട്ട് നിർത്തി. അപ്പോൾ വലിയ സന്തോഷമില്ല അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇനി പാട്ടൊക്കെ വെച്ച് കൊടുക്കട്ടെ കേട്ടോ. പോണ വഴിക്കുള്ള കുറേ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മളീ പോയോണ്ടിരിക്കുന്നത് വെസ്റ്റേൺ സൈഡ് ഓഫ് സിഡ്നിയാണ് കേട്ടോ. ന്യൂ സൗത്ത് വെയിൽസിലെ സിഡ്നിയുടെ വെസ്റ്റേൺ സൈഡാണ്. ഇന്നിപ്പോൾ കണ്ടില്ലേ കുറേ സൈക്ലിസ്റ്റും ഒക്കെ ഉണ്ട് റോട്ടിൽ. ബിക്കോസ് നല്ല ബ്യൂട്ടിഫുൾ ഡേ കണ്ടു. സ്കൈ ഒക്കെ എന്ത് ബ്ലൂ ആണ്. ഈ സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഹോക്സ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിവറാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറേ പോകുമ്പോഴാണ് ആലോചിച്ചത്, നമ്മൾ ഈ പോണ റൂട്ടിൽ തന്നെ വേറെയും കുറേ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ല ട്രാഫിക് കിട്ടിയിട്ടോ. നമ്മൾ ഉദ്ദേശിച്ചക്കാട്ടും ലേറ്റായി ഇവൻച്വലി അവിടെ എത്തിയപ്പോൾ. ഇങ്ങനത്തെ ഗാർഡൻസും അതുമാതിരി ഇങ്ങനത്തെ ഫ്ലോറലായിട്ട് കാണുന്ന സ്ഥലങ്ങളും ഓട്ടം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സിഡ്നിയിൽ തന്നെ ഉണ്ട്. ബട്ട് അത് നിന്ന് മാറി ഇങ്ങനെ കുറച്ച് ട്രാവലൊക്കെ ചെയ്ത് ഇങ്ങനത്തെ ഒരു ബൊട്ടാനിക് ഗാർഡൻസ് പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗാർഡനിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു കുറച്ചും കൂടെ ഭംഗിയല്ലേ. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്തിട്ട് പോണത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ റോഡ് സൈഡ്സിലൊക്കെ ഇങ്ങനെ ഓരോ ബുഷി ആയിട്ടുള്ള ട്രീസാണ്. സോ ഇവൻ ദോ വാസ് എ സണ്ണി ഡേ, നമുക്ക് ഒട്ടും വെയിൽ തോന്നുന്നുണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ഡ്രൈവ് കേട്ടോ. നമ്മൾ പാട്ടൊക്കെ കേട്ട് കുട്ടികളോട് വർത്താനൊക്കെ പറഞ്ഞ് സ്നാക്സൊക്കെ കുറേ വാങ്ങിയിരുന്നല്ലോ. അതൊക്കെ ഇരുന്ന് ഇങ്ങനെ പതുക്കെ കഴിച്ച് പോയോണ്ടിരിക്കും. ഇത് പെൻഡ്രിത്ത് ലിത്കോ അങ്ങോട്ട് പോണ ആ ഒരു വഴിയിലാണ് കേട്ടോ. ഇവിടെ ഡോൺ സർവീസ് കണ്ടു അവിടെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ചിരിക്കണ ആൾക്കാർ. അപ്പോൾ അവിടെ വന്നിട്ട് എന്തെങ്കിലും രാവിലെ അവർ പ്രേയേഴ്സ് അല്ല, ദേ ആർ ജസ്റ്റ് മാർക്കിംഗ് ദെയർ റെസ്പെക്റ്റ്. അപ്പോൾ അതാണ് അവിടെ അങ്ങനത്തെ തോക്കും വെടിയുണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പാർക്ക്. അങ്ങനെ എല്ലാ പാർക്സിലും ഓരോ കൗൺസിൽസും നടത്തുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഓരോ ഡോൺ സർവീസും ടു റെസ്പെക്ട് വാട്ട് എവർ ഹാപ്പൻ. കണ്ടോ ഫ്ലാഗൊക്കെ ഹാഫ് മാസ്റ്റിൽ നിൽക്കണുണ്ടല്ലേ. ഓസ്ട്രേലിയൻ ഫ്ലാഗും വേറെ ഏതൊക്കെയോ ഫ്ലാഗ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആം ഫോഴ്സസ് അവരുടെയൊക്കെ ഫ്ലാഗൊക്കെ വെച്ചിരിക്കുന്നു. ആൻസാക് ഡേയുടെ ഇങ്ങനത്തെ ഡോൺ സർവീസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളത് അങ്ങനെ പോയി തുടങ്ങി കേട്ടോ. 53 കിലോമീറ്റേഴ്സ് ഇനി സ്ട്രേറ്റ് ഡ്രൈവാണ് ഈ ബ്ലൂ മൗണ്ടൻസ് റീജിയനിലേക്ക്. അതാണ് കേട്ടോ ഈ ട്രിപ്പ് നമ്മൾ പോയോണ്ടിരിക്കണേ. ഇറ്റ്സ് എ ലോങ് ഡ്രൈവ്. സോ ഒബ്വിയസ്ലി 2 കുട്ടികളും ഉറങ്ങിപ്പോയി വണ്ടിയിൽ. നമ്മളിങ്ങനെ സൈഡിലുള്ള ഓസ്ട്രേലിയൻ പശുക്കളെയും പിന്നെ കുതിരകളെയും ഒക്കെ കണ്ടിങ്ങനെ ഡ്രൈവ് ചെയ്യാം കേട്ടോ. നല്ല ലേക്ക് സൈഡ് വ്യൂസ് ഒക്കെ. ഇവിടെയൊക്കെ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കൊതിയാവുണ്ടായിരുന്നു. പക്ഷെ ട്രാഫിക് കാരണം ലേറ്റ് ആയതുകൊണ്ട് പിന്നെ സ്റ്റുള്ളിൽ ഇവിടെ സ്റ്റോപ്പൊന്നും ചെയ്തില്ല കേട്ടോ. നമ്മൾ സ്ട്രേറ്റ് തന്നെ നേരെ മൗണ്ട് വിൽസൺ പോകാമെന്ന് വിചാരിച്ചു. ഈ ഹോക്സ്ബെറി റിവർ ഇടയ്ക്ക് വല്ലാണ്ട് മഴ കൂടുമ്പോൾ ഫ്ലഡൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് നോർമൽ സിറ്റുവേഷനിലാണ് നിൽക്കണേ. അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അവിടെയൊക്കെ വെള്ളപ്പൊക്കം വരുന്ന ഏരിയ ആണ്, കുറച്ച് ലോ ലൈങ് ഏരിയ ആണ്. പക്ഷെ നമ്മളിനി പോകാൻ പോണത് ഇങ്ങനെ ഒരു മല കയറിയിട്ടാണ്. കയറ്റം കണ്ടില്ലേ, ഇതിൽ തന്നെ കാണാനില്ലേ. ആൻഡ് 2 സൈഡിലും ഫുൾ കാടാണ് കേട്ടോ. അപ്പം ഞാൻ ഫുൾ ടൈം സുണ്ടലിനോട് സ്പീഡ് കുറയ്ക്കൂ, സ്പീഡിൽ പോകല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ സ്പീഡിൽ ഓടിക്കുമ്പോൾ. അങ്ങനത്തെ വൈൻഡിങ് റൂട്ട്സ്. ദൂരെ നമുക്കിങ്ങനെ ബ്ലൂ മൗണ്ടൻ കാണാം. ബ്ലൂ കളറിൽ ആ ദൂരെ കാണുന്നത് ആ ബ്ലൂ മൗണ്ടൻ റീജിയൻ ആണ്. സൈഡിൽ ഇത് നോക്കൂ, കുറേ ആൽപാക്കാസിനെ വളർത്തുന്ന ഒരു ഫാം കേട്ടോ. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ക്യൂട്ട്. ഇതിനെ നേരെ കാണാൻ ഇറ്റ്സ് റിയലി അഡോറബിൾ കേട്ടോ. അതിനെയൊക്കെ കണ്ട് ഇങ്ങനെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോയോണ്ടിരുന്നു. ഈ ഒരു ഭാഗത്ത് പിന്നെ പോപ്പുലർ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഫ്രൂട്ട് പിക്കിംഗ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ ഭാഗത്ത്. ബിൽപിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട് പിക്കിംഗ് പ്ലേസ് അത് കേട്ടോ. അപ്പോൾ കുറേ പേര് വണ്ടികൾ ഇവിടേക്കാണ് മൂവ് ചെയ്ത് പോയത്. ആപ്പിൾ, സ്ട്രോബെറീസ്, മാൻഡറിൻ, അങ്ങനെ കുറേ ഫ്രൂട്ട്സ് നമുക്ക് നടന്ന് പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ കുറേ ട്രാഫിക് ആ ഏരിയയിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഡ്രൈവ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനിയും പോവാണ്ട് കുറേ ദൂരം. ഫൈനലി സ്ട്രേറ്റ് പോയി ഇതാണ് കേട്ടോ മൗണ്ട് വിൽസൺ പ്രീസെന്റ്. ഇവിടെയാണ് ഈ ഒരു സംഭവം. നമ്മൾ ട്രാഫിക് കാരണം കുറച്ചധികം തന്നെ പെട്ടുപോയി റോഡിൽ. ബട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നു. ഒരു 5 മിനിറ്റിൽ നമ്മളിവിടെ എത്തണം. ലൊക്കേഷൻ ഭയങ്കര ആരും. ഇതൊക്കെ രാത്രി പോവാ വെച്ചാൽ ശരിക്കും പേടിയാവും കേട്ടോ. ഫുൾ കാടും മലയും പാറയും അതാണ് ചുറ്റുമുള്ളത്. അവിടുന്ന് വണ്ടി വരുമ്പോൾ പേടിയാവണം എനിക്ക്. ബിക്കോസ് ദ റോഡ്സ് ആർ സോ നാരോ. അതിനിപ്പുറത്ത് കണ്ട ഫുൾ കാടാണ്. എൻ്റെ അമ്മേ, കാടിൻ്റെ നടുക്കാണ് നമ്മൾ. ഈ ഫേൺസ് ഒക്കെ കാണുമ്പോഴേ എൻ്റെ അമ്മ എന്തൊക്കെ വെജിറ്റേഷനാ തോന്നുന്നത് അവിടെ. ഇവിടെ തന്നെ നല്ല ഭംഗിയിൽ കാണാനുണ്ടല്ലേ. ഇതാട്ടോ അഡ്രസ് 29th Avenue, മൗണ്ട് വിൽസൺ. നൈസ്.
സൺസ്ക്രീൻ കണ്ണാടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ബട്ട് പ്രതീക്ഷയെക്കാട്ടും തണുപ്പ് കേട്ടോ. കുറച്ചും കൂടെ തുണിയിടായിരുന്നു എന്നൊരു സംശയം. ബട്ട് കണ്ടോ, കളേഴ്സൊക്കെ കണ്ടോ, ഇറ്റ്സ് ഓൾറെഡി സോ ബ്യൂട്ടിഫുൾ. ഈ വഴി കൂടിയായിട്ട് നമ്മൾ വന്നത്. ഇപ്പോൾ ഈ വണ്ടികളൊക്കെ വരുന്നില്ലേ, ഇതുമാതിരിയാണ് നമ്മളും വന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ കേട്ടോ. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ പേടിപ്പിക്കണ വഴി മാറിയപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് ബിക്കമിങ് റിയലി ബ്യൂട്ടിഫുൾ. ഇവിടെ കുറേ ഗാർഡൻസ് ഉണ്ട്. ഒരു ഗാർഡൻ്റെ പേര് കാശ്മീർ ഗാർഡൻസ് എന്നാണ് കേട്ടോ. ചിലപ്പോൾ കാശ്മീരിലെ ഭംഗി പോലത്തെ സ്ഥലമായിരിക്കാം, അതർവൈസ് ചിലപ്പോൾ അല്ല ഇന്ത്യൻ തുടങ്ങിയത്. സോ കണ്ടോ, ഇവിടുന്ന് നമുക്ക് കളേഴ്സൊക്കെ കാണാനുണ്ട്. ഇറ്റ്സ് ലുക്കിംഗ് റിയലി ബ്യൂട്ടിഫുൾ. അത്രയും എനിക്ക് ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അവിടുത്തെ കളേഴ്സ് ആർ സോ നൈസ്. ആണ് ഇവിടുത്തെ മരങ്ങൾ ആർ ഓൾസോ വെരി ഡിഫറെൻറ്റ്. സിഡ്നിയിൽ കാണുന്നതിനൊക്കെ വ്യത്യാസമുണ്ട് ഇവിടുത്തെ ഒരു വെജിറ്റേഷനൊക്കെ. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഭംഗി ഇവിടെ. ശാശുമണി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഓരോ സ്പോട്ട് കാണുമ്പോഴും ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. എന്താ ഭയങ്കര സാനൂന് ഇത് ഉണ്ടാകാൻ വലിയ ഇഷ്ടം. ബട്ട് ഭയങ്കര അൺഈവൻ സർഫസ് ആട്ടോ. അപ്പോൾ പ്രാമോ അല്ലെങ്കിൽ വീൽ ചെയർ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിലത്തും ഫുൾ ലീവ്സ് ആട്ടോ. ഈ മരത്തിൽ നിന്നൊക്കെ വീണത് അങ്ങനെ നിലത്തല്ലേ. നമുക്ക് കുറേ ദൂരെയാണ് അവിടെ പാർക്കിംഗ് കിട്ടിയത്. ഇവിടെ ഫുള്ളാണ് പാർക്കിംഗ്, ഇവിടെ ഫുള്ളാണ്. അതാണ് നമ്മളിങ്ങനെ നടക്കണേ. അവിടെ ഇനി ആ ഗാർഡൻ്റെ എൻട്രൻസ് എത്തിയിട്ടില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് കേട്ടോ ഗ്രീൻ ഹോൾ ഗാർഡൻസ്. കുറച്ച് മണിക്കൂറേ തുറക്കൂ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. എന്തായാലും മരം കേട്ടോ ഗ്രീൻ ഹോൾഡ്. കയറുമ്പോൾ തന്നെ കാണാം അതിൻ്റെ പേര്. ഇത് കണ്ടോ, ഇത് 40 ഹെക്ടേഴ്സ് ഉണ്ട്. യുണീക്ക് ലാൻഡ്സ്കേപ്ഡ് പാർക്ക്ലൻഡ്സ് ഇൻ നേറ്റീവ് ബുഷ് എന്നിങ്ങനെ കാണാനുണ്ട്. ഓൾറൈറ്റ്, ഇവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള സ്ഥലം അത് നോക്കൂ സ്ഥലം. എൻ്റെ മേ ശാശുമ എവിടെയാ ശാശുമ? വാവ് ഗൈസ് നോക്കൂ എന്ത് രസമാണ്. ഇവിടെ കുറേ വെഡിങ് ആൻഡ് എൻഗേജ്മെൻറ്റിനൊക്കെ ഫോട്ടോഷൂട്ട് നടക്കാറുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, എൻട്രി ഫീ എത്രയാണ് ഇപ്പോൾ ഇവിടെ? ടോട്ടൽ 40 ആയി. അപ്പോൾ അഡൾട്ട്സിനും കുട്ടികൾക്കും എന്നിട്ട് ആ മാപ്പ് ഇതിൻ്റെ കൂടെ അതിലൊരു മാപ്പും തരും കേട്ടോ. അതാണ് ഈ ഗ്രീൻ ഹോൾ ഗാർഡൻസ്. ഇവിടെ എന്തൊക്കെ കവർ ചെയ്യാം, എന്തൊക്കെ കാണാം, എന്തൊക്കെയാണ് ഹൈലൈറ്റ്സ് ഉള്ളതെന്നൊക്കെ ഉണ്ട് ഒരു മാപ്പ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനെ പോണത്. നമുക്കിവിടെ എത്തിയ ഉടനെ ഫോട്ടോഷൂട്ട് എടുക്കാൻ മുട്ടിയിട്ട് ഫോട്ടോസ് എടുക്കായിരുന്നു കേട്ടോ. ശാശുമ ഇവിടെ പട്ടികളെയും കൊണ്ടുവരാം കേട്ടോ. ആൾക്കാരൊക്കെ പട്ടികളെയും കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും ഇതാണ് ട്രൈപ്പോഡും വെച്ചിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഏകാന്തതയുടെ അപാരതീരം. നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ കുഴപ്പമില്ല. പക്ഷെ നോക്കൂത് എന്ത് രസമല്ലേ. ഐ ഹവ് നെവർ ബീൻ ടു ഇങ്ങനത്തെ ഒരു കാട് വിച്ച് ഇസ് ലൈക്ക് ഇത്രയ്ക്ക് ഭംഗി. ഓരോ മരങ്ങളൊക്കെ ഇത്ര കൊല്ലം പഴക്കം ഉണ്ടാവും. ശാശുമാനും സാനുട്ടിക്കും ഓടി കളിച്ചേ. അപ്പുവിന്റെ ഒരു സിനിമാ നടൻ ഫോട്ടോഷൂട്ട് എടുത്തിരുന്നു. ചേച്ചി കഴിപ്പിച്ചു വന്നു. സോ ക്യൂട്ട്. ഇഷ്ടമാതിരി സ്ഥലമുണ്ട് ഈ പിള്ളേർക്ക് ഓടാൻ. എന്ത് രസമാണ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല ഗൈസ്. ദിസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ കേട്ടോ. ഇറ്റ്സ് ലൈക്ക് നേച്ചേഴ്സ് വണ്ടർ ഹിയർ. എന്താ കളേഴ്സ്. ഇത്ര നേരം വണ്ടി ഓടിച്ച് വന്നത് ഇവിടെ എത്തിയപ്പോഴാട്ടോ വർത്ത് ഇറ്റ് ഫീൽ ചെയ്തേ. ഈ ലൊക്കേഷൻ നോക്കപ്പോ, ഫോട്ടോ കാണപ്പോ. എന്താ ബ്യൂട്ടിഫുൾ ആണ്. ശാശുമണി വരെ എൻജോയ് ചെയ്തിട്ട് നടന്നുകൊണ്ടിരിക്കുക. പ്രാമിലൊന്നും ഇരിക്കണില്ല അത് കേട്ടോ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഹായ്. ഇത് നോക്കൂ എന്ത് രസാ. ഒരു പ്രിയദർശൻ സിനിമ ലൊക്കേഷൻ അല്ലേ. ഇത് നോക്കൂ റിയൽ ലൈവ് മഷ്റൂംസ് ഒക്കെ അവിടെ വളരുന്നു കേട്ടോ. എന്ത് രസാ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഷ്റൂംസ് വളരുന്നത് കണ്ടത്. നല്ല മണ്ണായിരിക്കേ. ഇവിടെ ഇഷ്ടമാതിരി ആപ്പിൾ ഇതൊക്കെ വരണമായിരിക്കും നമ്മൾ കണ്ടില്ലേ. വാവ്, ഇവിടെ ഫോട്ടോ എടുക്കാം. അട മരത്തിന് വെള്ളം അട. മരങ്ങൾ നോക്ക് സാനുമണി. It's the best space to learn about nature. Yes, it's a big mushroom. ഇവിടെയും കുറേ മഷ്റൂംസ് കണ്ടു കേട്ടോ. ഇത് കണ്ട ഇവിടെയൊക്കെ മഷ്റൂംസ് വളരുന്നു.
I guess ഇതൊക്കെ പോയിസണസ് ആയിരിക്കും തോന്നുന്നു. ബട്ട് യാ ലുക്ക് അറ്റ് ദിസ് Salmani. Wow, that's a beautiful one, le? Oh, that's massive. Ah ha 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 ha. Wow. Ah yeah, then le? That's such a cute one. That one, you have to take a photo of that one. Hey, Damma. Like an actual story, Yeah, കുട്ടി one le. like in a fairy tale. ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. തലയൊക്കെ ഇങ്ങനെ കുമ്പിട്ട് വേണം നടക്കാൻ. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ഓട്ടം കളേഴ്സിന്റെ അടിയിൽ കൂടെ Yeah, we should. Wow, this is so beautiful. സാനുമണിയുടെ ഐഡിയ പറഞ്ഞ മാതിരി ഇവിടെ സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാൻ പറ്റിയ ലൊക്കേഷനാണ് കേട്ടോ. ഞാനൊരു സിനിമ ഡയറക്ടർ ആയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി. ബിക്കോസ് നല്ല ഫ്രെയിംസ്, നല്ല കളേഴ്സ്, ഇതൊക്കെ നല്ല നാച്ചുറലി ഞാൻ കണ്ട മാതിരിയായിട്ട് കേട്ടോ കാണാൻ പറ്റണം നിങ്ങൾക്കും. സോ സാനുമണിയുടെ സ്ലോ മോഷൻ വീഡിയോ കണ്ടപ്പോൾ ഞാനും ഒട്ടും ഹെസിറ്റേറ്റ് ചെയ്തില്ല. കുറച്ച് സ്ലോ മോഷൻ വീഡിയോസും ഞാനും എടുത്തു. ബിക്കോസ് യു നോ വാട്ട്, ഇറ്റ്സ് സോ അമേസിങ്. ഇതിൽ ഓരോ ഫോട്ടോസ് നമ്മൾ എടുത്തതും ഈ ദിവസത്തെ സോ ബ്യൂട്ടിഫുൾ. കുറേ ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ, വേറെ വേറെ ഭാഷകളിലൊക്കെ കേൾക്കാണ്ട്. നല്ല ഭംഗിയില്ലേ ഇപ്പോൾ സ്ഥലം? ഇറ്റ് വാസ് വർത്ത് ദ ഡ്രൈവ്, റൈറ്റ്? സോ ബ്യൂട്ടിഫുൾ. ഇവിടെ നിന്ന് മാറാൻ തോന്നില്ല. ഈ ഒരു മരത്തിൻ്റെ അടിയിലാണ് ഉള്ളത്. കണ്ടോ യെല്ലോ പിള്ളേരോടെ കളിച്ചോണ്ടിരിക്കുക. സോ നൈസ്. അവരുടെ ഒരു പട്ടിയുണ്ട് കേട്ടോ. സോ ക്യൂട്ട്. ചെറുതിടക്കിടയ്ക്ക് വീടുണ്ട് കേട്ടോ. അത് ഒന്നും അറിയാ. മിക്ക ടൂറിസ്റ്റും അതിൻ്റെ അടിയിൽ നിന്ന് മാറുന്നില്ല കേട്ടോ. നമ്മളും കുറെ നേരം അവിടെ തന്നെയായിരുന്നു. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. Salmani, what do you feel like doing? What do you feel like doing? Like How are you? front walk over. Yeah, sure, go for it. കണ്ടോ ചേച്ചി ചെയ്യണ കണ്ടോ? എടാ ഗെറ്റപ്പടാ. Ooh, wow, what is this place? What are these? I think this is വേറെ എന്തോ ഗാർഡനാ ഉണ്ട് അമ്മിണി ഇതിൻ്റെ ഉള്ളില്. Oh, leaves. ഇവിടെ ലീവ്സ് വീണൊക്കെ നോക്കൂ. ഓ സോ പ്രിറ്റി. ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടാന്ന് പോയി നോക്കി നോക്കാം. ഇങ്ങനത്തെ ഒക്കെ സെറ്റപ്പുള്ളൊരു ഗാർഡൻ. എൻ്റെ ഡ്രോൺ വെച്ചിട്ട് ആൾക്കാർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡ്രോണാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടാ. അവരിങ്ങനെ ഇപ്പോഴാ ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു വാട്ടർഫാളും ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഇരുന്ന് കാണാനുള്ളൊരു സ്പേസും. ഫൗണ്ടൻ വാട്ടർഫാളല്ലോ. എൻ്റെ ഫ്യൂസ് അടിച്ച് പോയി. ഇത് ഭംഗിയാ. ഇറ്റ്സ് റിയലി പ്രിറ്റി. ഇവിടെയൊക്കെ ഫുൾ ഹണി ബീസ് ഇല്ല അമ്മീ. സ്റ്റിങ്ങില്ല അങ്ങനെ കേട്ടോ. സൂക്ഷിച്ചിറക്കിക്കോ. ഇത് അങ്ങനത്തെ ഒരു സ്ഥലം അത് കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ ഇഷ്ടമാതിരി ടൂറിസ്റ്റൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാം. അവിടെയും കുറേ മരങ്ങൾ. ബാക്കിലേക്ക് പോണോ നീ എന്താ കുഴിയാനെയോ? ഓടിവാ കണ്ണ. Yeah, come, let's go. സാശുമണീനെ അച്ഛൻ്റെ അടുത്ത് അല്ല സാനുവിനെ ഇങ്ങനെ എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട് പണ്ട്. സാശു നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇഷ്ടംമാതിരി ഉണ്ട് കാണാൻ. ഇടയ്ക്ക് തൊപ്പി വേണം, ഇടയ്ക്ക് കണ്ണട വേണം. ബട്ട് ഇടയ്ക്ക് വേണ്ട. കുറച്ച് നല്ല ഷെയ്ഡുണ്ട്. അത്രയും മരങ്ങളുള്ളോണം. ഇവിടെ എവിടെയോ ഒരു ഫ്രോഗ് പോണ്ടോ അങ്ങനെ എന്തോ ഉണ്ട് ഇത്ര. അപ്പോൾ അതും മാപ്പിൽ നോക്കിയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എവിടെയാണ് സംഭവം നമുക്കറിയില്ല. ബട്ട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് സം എഡ്ജ് എത്തി തോന്നുന്നു. കാരണം ഇവിടെ നമുക്ക് കാറുകൾ പോകണം കാണാറുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ വന്നേ തോന്നുന്നു. അപ്പോൾ ആ ഒരു ഏരിയ എന്തോ ആണത്. നമ്മളിതിൻ്റെ ഒരു 1% എത്രയും നേരമായിട്ട് കണ്ടിട്ടുള്ളൂ. 40 hectares ഉണ്ട് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ദർസ് ലോട്ട്സ് ടു സീ. ഇനിയും കളേഴ്സൊക്കെ ഇങ്ങനെ നല്ല ബ്ലൂമായി വരികയാണ്. So there's lots to see in him. Let's keep walking. എന്താണ് ആ ഫ്രോഗിന്?
ഭാര്യയുടെയും മക്കളുടെയൊക്കെ സ്ലോ മോഷൻ വീഡിയോസ് കണ്ടിട്ട് തോന്നുന്നു സുനിലിനും ഭയങ്കര ഇൻസ്പിറേഷൻ കേട്ടോ. എന്നിട്ട് മാധവനില്ലേ മല അലൈപ്പായുടെയും ആ സ്റ്റൈലിലാ തോന്നുന്നു കടന്ന ഇലകളൊക്കെ ചവിട്ടി മതിക്കണ്ടായിരുന്നു. സ്ലോ മോഷൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടതാ ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. വേറെ സെക്ഷൻ ഓഫ് ദ പാർക്ക്. പിള്ളേർക്കൊക്കെ വിഷം തുടങ്ങി. നന്നായില്ലേ ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് സാൻഡ്വിച്ചസ് കഴിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു കാടാണ്. ഇവിടെ ഒരു കഫേയോ ഒന്നുമില്ല. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ബിക്കോസ് ഇത് കുറച്ച് കാലങ്ങളിലല്ലേ ഇത് തുറക്കൂ ഡ്യൂറിങ് ദ ഇയർ. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റോ കഫേ ഒന്നും വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ലേ. ആര് വന്ന് കഴിക്കാനോ ഡ്യൂറിങ് ദ ഇയർ. ആൻഡ് ഇത് ഫുള്ളി ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ ഹെറിറ്റേജ് ലിസ്റ്റഡ് ആണ് ആൻഡ് പ്രിസർവ്ഡ് ആണ് ഈ ഒരു ഹോൾ ഏരിയയും സ്പേസും. അപ്പോൾ ഇവിടെയൊന്നും ഒരു ഹോട്ടലോ തട്ടുകടയോ ഒന്നും വെക്കില്ല. ഉണ്ടെങ്കിൽ എന്ത് ടേസ്റ്റ് ആയിരുന്നേനെ. ഇമാജിൻ നല്ല പൊറോട്ടയും തട്ടുകട ചിക്കൻ ഫ്രൈയും. ഇവിടെ ഏസറാ തോന്നുന്നു. ഏസർ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. അടിയിലേക്ക് ഇറങ്ങി പോയിട്ട് എന്തൊക്കെയോ കാണാനുണ്ട്. പ്രാം ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ട് ഞാനും സാശുമണിയും ഇവിടെ ഇരുന്നു. ചിശി ചിശി കച്ച് മോര് വേണമല്ലേ മാമ തരാം. അയ്യോടാ അതൊന്ന് ചീസ് സാൻഡ്വിച്ച് കഴിക്കാം. ഇങ്ങനത്തേനൊക്കെ സാൻഡ്വിച്ചസ് ആട്ടോ ബെസ്റ്റ്. കുറച്ച് ചൂടാക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അവർ താഴേക്ക് ഇറങ്ങി പോയിരിക്കുക. എൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഒരു മുന്തിരിവള്ളി പോലത്തെ ഒരു സ്ഥലം കണ്ടു. എന്ത് രസമല്ലേ. ഫോട്ടോ ഒക്കെ എടുക്കാൻ ബെസ്റ്റാട്ടോ. അവിടെ ടൂറിസ്റ്റ് ഇഷ്ടംമാതിരി ഉണ്ട്. ബട്ട് ഇത്രയും വലിയ സ്ഥലമായതുകൊണ്ട് ഓവർ ക്രൗഡഡ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടെന്ന് മാത്രം, വിച്ച് ഇസ് ഗുഡ് ഇൻ എ വേ. താഴെ ഇങ്ങനെ ചെടികളുടെ ഇടയിൽ കൂടെ നടക്കാനൊരു പാസേജ് അത്രേ ഉള്ളൂ എന്നപ്പോൾ അവർ പറഞ്ഞേ. ഓ വാവ് എന്ത് രസാ. ഏതോ ഒരു സ്ത്രീയുടെ പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ കുറേ പ്രതിമകൾ കണ്ടു. ഒരു പഴയ ഗാർഡൻ അല്ലേ, അതായിരിക്കും. അവിടെ ഒരു ഫാമിലി കുറേ ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഇരിക്കുന്നുണ്ട്. സുണ്ടു വരെ പതുക്കാ സൈഡിൽ പോയിട്ട് കുറച്ച് തിന്നടങ്ങും. എന്തുവാടേ പെർഫെക്റ്റ് ആണ്ടോ പിക്നിക് ഒക്കെ നടത്താൻ. ഓ വാ ഇത് നോക്കൂ സ്ഥലം. എന്താ ഹൈറ്റ് നോക്കുക. ഓരോ മരത്തിന് എനിക്ക് നിങ്ങൾക്ക് അതിൽ കാണാൻ കണ്ടപ്പോൾ മനസ്സിലാവേണ്ടോ അറിയില്ല. ഇറ്റ് ഈസ് മാസീവ് കേട്ടോ. നല്ല മണം കേട്ടോ. അവരവിടെ എന്തോ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഓ ഈ ചെടി നോക്കൂ എന്ത് രസാ. എന്ത് രസാ മരങ്ങളുടെ ഇടയിൽ കുട്ടികൾക്ക് ഓടി വരാൻ. ഇതിന്റെ വണ്ണം കണ്ടോ. ദ ട്രങ്ക് ഓഫ് ദ ട്രീ ലുക്ക് ഹൗ വൈഡ് ഇറ്റ് ഈസ്. ഇവിടുത്തെ ചെടികളൊക്കെ നോക്കൂ. എല്ലാത്തിനും മുകളിൽ ഇങ്ങനെ കാലിപ്പർ പോലെ വളർന്നിരിക്കണം. ഇത് കണ്ടോ എല്ലാത്തിൻ്റെയും മുകളിൽ ഇങ്ങനെ കാണാനുണ്ട്. ഇറ്റ് ലുക്സ് ലൈക്ക് കുരുമുളക് വളർന്നിരിക്കണ മാതിരി. ഇത് കണ്ടോ ഗൈസ്. ഇവിടുന്ന് നേരെ നോക്കിയാൽ ഒരു നീല നിറം കാണാനില്ലേ. അത് കടലല്ല കേട്ടോ. അതാണ് ഈ ബ്ലൂ മൗണ്ടൻ. അതിനൊരു തരം ചെടിയോ എന്തോ ഒരു സാധനം അതുമ്പോൾ വളരുന്നുണ്ട്. അതാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു നീല നിറം. അങ്ങനെയാണ് അതിന് ബ്ലൂ മൗണ്ടൻ എന്ന പേരൊക്കെ വന്നത്. പക്ഷെ നമ്മളവിടെ നേരിട്ട് പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും അടുത്തെത്തുമ്പോൾ അത്ര ബ്ലൂ ആയിട്ട് നമുക്ക് തോന്നില്ല. ദൂരെ നിന്നാണ് കൂടുതൽ ബ്ലൂ. ഓ ഈ മരം എന്ത് സൈസാ. എന്താ എൻ്റെ വണ്ണം ഈ ഒരു ട്രങ്കിൻ്റെ. അവിടെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും കടലാണ് തോന്നും. ബട്ട് ദാറ്റ്സ് ദ ബ്ലൂ മൗണ്ടൻ. സോ ബ്യൂട്ടിഫുൾ. അടുത്ത ക്ലൗഡ്സിൻ്റെ ഷാഡോ ആണ് കേട്ടോ മലയുടെ മുകളിൽ കാണുന്നത്. അത്ര ക്ലിയർ അല്ല ഞാനിങ്ങനെ സൂം ചെയ്തിട്ട് കാണിക്കുമ്പോൾ. ബട്ട് ഇവിടുന്ന് നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും കാണാനുണ്ട്. ഓ ഗൈസ് ഇറ്റ്സ് സോ പീസ്ഫുൾ. ഇറ്റ്സ് സോ ലവ്ലി. സച്ച് എ ബ്യൂട്ടിഫുൾ സ്പോട്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നേ നമുക്ക് ചില സമയത്തൊക്കെ മടി തോന്നും. ഒരു ഹോളിഡേ കിട്ടിയതല്ലേ വീട്ടിലിരിക്കാം, നെറ്റ്ഫ്ലിക്സും കണ്ടിരിക്കാം, വല്ല മൂവി കാണാം, ചില്ല് ചെയ്യാം എന്നൊക്കെ ചിലപ്പോൾ തോന്നും. ബട്ട് അങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്യരുത്. വൺസ് ഇൻ എ വൈൽ ഇസ് ഫൈൻ. നമുക്കിപ്പോൾ ആരോഗ്യമുള്ള സമയത്തല്ല ട്രാവൽ ചെയ്യാനും അങ്ങനത്തെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുക. സോ ഐ തിങ്ക് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വി ആർ ബിൽഡിങ് മെമ്മറീസ്. നമ്മുടെ ഫാമിലി ആയിട്ടുള്ള മെമ്മറീസ് വി ആർ ബിൽഡിങ്. ആൻഡ് കുട്ടികൾക്കും ദിസ് ഇസ് സച്ച് എ ചൈൽഡ്ഹുഡ് മെമ്മറി റൈറ്റ്. അവരൊക്കെ വലുതായിട്ട് അവരുടെ കുട്ടികളൊക്കെ കൊണ്ടിങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ ദേ വിൽ ബി സേയിങ് നമ്മൾ ചെറുപ്പത്തിൽ ഇവിടെ വന്ന് കളിച്ചിരുന്നു അച്ഛൻ അമ്മ കൂടെ. സോ ഐ തിങ്ക് ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് കുട്ടികളെയും കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഓരോ സ്പേസസ് എക്സ്പ്ലോർ ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ ബിൽഡിങ് മെമ്മറി പ്രോസസ്സ്. കുറേ കാലം കഴിഞ്ഞ് വയസ്സാകാൻ കാലത്ത് മുട്ടുമ്പോൾ വേദനയായിട്ട് നടക്കാൻ പറ്റാണ്ട് ഒക്കെ വീട്ടിലിരിക്കുമ്പോൾ നമുക്കിങ്ങനെ അയവറക്കാം. അല്ല അപ്പോൾ ഇതൊക്കെ വയസ്സാ കാലത്ത് അയവറക്കില്ല നമ്മൾ? വറക്കുമോ? എവിടെ എത്തിയെന്നറിയാം. ഞാൻ മാപ്പൊക്കെ എടുത്ത് നോക്കുകയാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ജിയോഗ്രഫി വളരെ പൂറാണെന്ന്. എനിക്ക് വീട്ടിൽ നിന്ന് തൊട്ടുള്ള സ്കൂളിലേക്ക് പോകാനൊക്കെയുള്ള വഴി അറിയും. ബാക്കി എല്ലാത്തിനും എനിക്ക് നാവിഗേറ്റർ വേണം. ഇങ്ങനത്തെ മാപ്പൊന്നും കണ്ടാൽ എനിക്കൊരു അക്ഷരം മനസ്സിലാവില്ല കേട്ടോ. എന്താവോ അതെൻ്റെ ബ്രെയിനിന് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു സംഭവമാണ്.
അറിയാൻ ആരെങ്കിലും ഈ മാപ്പ് നോക്കി നമ്മൾ എവിടെ എത്തിയത്. ആ ലൊക്കേഷൻ നോക്കൂ ഗൈസ്, എത്ര മ്യൂസിക് വീഡിയോയും സിനിമകളൂടെ ഷൂട്ട് ചെയ്യാം. ആ ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന് പറഞ്ഞിട്ടുള്ള ഹോളിവുഡ് മൂവി ഇവിടുന്ന് എന്തോ ഒരു സംഭവം ഇവിടുത്തെ ലൊക്കേഷൻ എടുത്തിട്ടുണ്ട് അത്ര. സോ ദേ ഹാഡ് ട്രാവൽഡ് ചെയ്യാം ഇതിന് ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ആ എന്ത് രസാ. വാവ്, ആകാശത്തിന് വരെയും മരം. സാരിമണി, ഇത് അവതാർ ഫോറസ്റ്റ് ആണോടാ? Maybe. നല്ല ലൊക്കേഷൻ ഗൈസ്. നമ്മളിവിടെ വന്ന ഏതോ ടൂറിസ്റ്റിനെ കൊണ്ട് നമ്മുടെ ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. പാവം, അവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് വരെ അറിയില്ല. ഞാൻ എന്നിട്ട് ആംഗ്യ ഭാഷയിൽ ജബ അടിച്ചിട്ടാണ് പറഞ്ഞൊരു ഫോട്ടോ എടുത്തരോ ചേട്ടാ. വാവ്, സോ നൈസ് അല്ലേ, വെരി ബ്യൂട്ടിഫുൾ. ഓ, എനിക്ക് ഈ മരങ്ങൾ കണ്ടിട്ട് മതിയാവില്ല. എത്ര തോളാണ് തന്നെ, എന്ത് മരമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ നോക്കൂ, ഇതിൻ്റെ മുകളിലൊക്കെ എന്തൊക്കെയോ ഒരു ഡിങ് എന്താണോ. ഇതിങ്ങനെ കുറേ ചെടികളും മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ അങ്ങനത്തെ ഒരു പാർക്ക് പോലെ. ഓ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. എന്ത് രസമാണ്. ഇത് വരുമ്പോഴാണ് ബ്യൂട്ടിഫുൾ കളേഴ്സ്. വാവ് വാവ്. ഓ അമ്മേ, എന്താ രസം. ആ സാനുമണിക്ക് പറ്റിയ മരം, ചാടി കളിക്കോ. ഓ വാവ്, സാനു എന്ത് ഭംഗിയാ നിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയോ. സോ നൈസ്, സോ ബ്യൂട്ടിഫുൾ. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം, എവിടെ നോക്കിയാലും ലൊക്കേഷൻ, എല്ലാവരും ഫോട്ടോ എടുക്കാം അവിടെ കേട്ടോ. ഓ മൈ ഗോഡ്, സാനുമണി എടുക്കാടാ. ഓ മൈ ഗോഡ് സാനു, ഇത് ഭയങ്കരായി. എടുത്തു റൗഡി മണി എനിക്ക്. ഓ അടാ, പിക്നിക് മാച്ച് എടുക്ക. ലൊക്കേഷൻ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു ഓപ്പർച്യൂണിറ്റി കളയണ്ട വിചാരിച്ചു. വീണ്ടും നമ്മൾ കുറേ സ്ലോ മോഷൻ വീഡിയോസും ഓടണതും ചാടുന്നതും ഒക്കെ കുറെ എടുത്തു കേട്ടോ. ചിലതൊക്കെ ഭയങ്കര ക്രിഞ്ചായിരുന്നു, അതുകൊണ്ട് തന്നെ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ബട്ട് വാസ് സച്ച് എ നൈസ് ലൊക്കേഷൻ. ശാശുമാനിക്കായിരുന്നത്ര. എന്റെ ഗ്രീൻ ഉടുപ്പ് കലക്കിയുണ്ട് സാനുമണി ഈ ബാക്ക്ഗ്രൗണ്ടിന്. ചാടിക്കോ. ആ നിനക്ക് ചാടണോ കുരുമ്പി? ഓ മൈ ഗോഡ് ഗൈസ്, ഇത് വീഴ്ത്തിയതാണോ വീണതാണോ മനസ്സിലാവണില്ല. ഒരു മരം എവിടെയാണ് വീണ് നടക്കണ നോക്കൂ. എൻ്റെ അമ്മേ, എൻ്റെ റൂട്ടാണ് സാനുമണി, അവിടെ പോണ്ടടാ. ഓ, ദ ഹോൾ റൂട്ട് കെയിം ഔട്ട്. അത് ഇവിടുന്നും പൊട്ടിയിട്ട് അങ്ങനെ വീണു. അത് വീഴ്ത്തിയതാവാനായിരിക്കണം സാധ്യത. സാനുമണി പൊട്ടിച്ച് കുറച്ച് കൊണ്ടുവന്നു കേട്ടോ. യൂക്കാലിപ്റ്റസ് ആണ് അത്, കണ്ട് ഇങ്ങനെ ഇരിക്കുക സാധനം കേട്ടോ. ആൻഡ് നല്ല മണം. ഷോ പോകാൻ തോന്നുന്നില്ല ഗൈസ്. ഇവിടുന്ന് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റണോ. ലൊക്കേഷൻ ഇറ്റ്സ് ലൈക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ഈ വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സും ഈ എൻഗേജ്മെൻറ്റ് പാർട്ടീസിൻ്റെ ഫോട്ടോഗ്രാഫി അതൊക്കെ എന്താ അവിടെ നടക്കണേന്ന്. ബിക്കോസ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എത്ര ബാക്ക് ഡ്രോപ്സാണ് ബ്യൂട്ടിഫുള്ളായിട്ട്. നോക്കൂ, എന്ത് രസമാണ്. എത്ര ഫോട്ടോസ് എടുക്കാം അവിടെ, എന്ത് ഭംഗിയുണ്ടറിയോ. പക്ഷെ നല്ല തണുത്ത് തുടങ്ങി കേട്ടോ. കിഡിലനായിട്ട് ഇങ്ങനെ കാറ്റൊക്കെ വീശി തുടങ്ങി. സോ ഇനി പിള്ളേർക്ക് അസുഖം പിടിപ്പിക്കേണ്ട വെച്ചു. സോ വി ആർ ലൈക്ക് കുറേ കണ്ടു നമ്മൾ. ബട്ട് ഓഫ് കോഴ്സ് ദാറ്റ്സ് യുനോ, ഇനിയും ഇത്ര തന്നെ കാണാനുണ്ട് നമുക്ക് ഇനിയും. ബട്ട് ഇനി നമ്മൾ വെറുതെ ഇവിടെ നിന്നാൽ ഇരുടുമായി തുടങ്ങണു, തണുപ്പും കൂടണു. സോ വി തോട്ട് ലെറ്റ്സ് മേക്ക് എ മൂവ്. അപ്പോൾ ഇനി ഇത്ര ദൂരം തന്നെ വീണ്ടും നടക്കണ്ടേ. ഇത്ര ദൂരം തന്നെ ഈ വന്ന വഴി അങ്ങോട്ടും പോണ്ടേ. ആ ചെറുതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മ പറഞ്ഞിട്ട് മേത്തേക്കും കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറ്റണ പത്രമൊക്കെ അവൾ എടുക്കുന്നുണ്ട്. ബട്ട് എടുത്തുകൊണ്ട് ഇപ്പോൾ നടക്കാനും കുറച്ച് ടഫറാണ്. സോ വി ജസ്റ്റ് ഗോയിങ് ടു വാക്ക് ബാക്ക് ടു ദ കാർ. പോണേന് മുന്നേ കുറച്ച് പൈൻ കോൺസ് പറക്കിക്കൊണ്ടിരിക്കുക സാനുമണി കേട്ടോ. അതായത് ഈ സാധനമില്ലേ, ഇത് ആ സാധനം പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കീപ് സേക്കിന് നല്ല ഭംഗിയല്ലേ, വീട്ടിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും വയ്ക്കാം. ഇറ്റ്സ് റിയലി നൈസ് അല്ലേ. വെരി ക്യൂട്ട്. കീപ് സേക്കായില്ലേ. മേളിൽ നോക്കി നടക്കാൻ തോന്നുന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഇതിൻ്റെ മേളിൽ നോക്കുമ്പോൾ. പക്ഷെ വീഴുന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ തത്തിക്ക് നോക്കാണ്. സുണ്ണും സാഷൊക്കെ ഓൾറെഡി പുറത്തെത്തി വിടണം. ബാ മിണി, ഇഷ്ടമായോ മുത്തിന്? ഫൺ ട്രിപ്പ്, ബ്യൂട്ടിഫുൾ അല്ലേ. ബൈ ബൈ ഗ്രീൻ ഹോൾഡ്, വെരി ബ്യൂട്ടിഫുൾ മെമ്മറി കേട്ടോ. നമുക്കിവിടെ ഇഷ്ടപ്പെട്ടു, വളരെ ബ്യൂട്ടിഫുൾ. ഇനി അടുത്ത കൊല്ലം പറ്റിങ്ങ വരണം. ഇതിൽ ഇനിയും കുറേ ഗാർഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഗ്രീൻ ഹോൾഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഇനിയും ഗാർഡൻസ് അടുത്ത കൊല്ലം വിസിറ്റ് ചെയ്യാം അല്ലേ സാനുമണി?
Hopefully we can see more next year, Yeah. autumn. Oh my god guys, തിരിച്ചെത്തിയിട്ടോ നമ്മൾ. ഇറ്റ് വാസ് എ ലോങ് ഡേ. രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ്, ഇപ്പോൾ 5 മണിയായി. വീട്ടിലെത്തിയുള്ളൂ. ചെറുത് കഴന്ന് ഉറങ്ങിപ്പോയി കാറിൽ. അപ്പോൾ അതിനുള്ളിൽ കയറ്റി കിടത്തി ഉറക്കുക. സാധനം കുളിക്കാൻ കയറി. അപ്പോൾ യു ഹാഡ് ഫൺ? യാ വി ഹാഡ് ഫൺ. ഐ തിങ്ക് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. നമ്മൾ പേടിച്ച മാതിരി വെറും ഹൈപ്പായിരുന്നില്ല. ഇറ്റ് വാസ് ആക്ച്വലി ക്വൈറ്റ് ബ്യൂട്ടിഫുൾ കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്നത്ര ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു തരാൻ നോക്കിയിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഇറ്റ് ഹാസ് കം ത്രൂ ഓക്കെ. ആൻഡ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവരും മറക്കാതെ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കോമെൻറ്റ്. ഇനിയും കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്, ലവ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. Alright, so ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. Until we see you in the next video, this is bye from Shruti and bye from Sydney Malayali. See you guys.